വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതിന് വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഇത്രയും നാള് മഴയൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ ക്യാമറയൊക്കെ ഫംഗസ് ഒന്നും പിടിക്കാതെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി, അതായത് ഹ്യൂമിഡിറ്റി ഒക്കെ കൺട്രോൾ ചെയ്ത് ഹീറ്റിംഗ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് ക്യാമറയിലെ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഈ പെട്ടിയാണ് നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചത്. ഇതിനകത്താണ് നമ്മളെ ക്യാമറാസും ലെൻസും എല്ലാം വെക്കുന്നത് ഇതിനകത്താണ് കേട്ടോ. ഇതിനകത്ത് നമ്മളെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെറിയൊരു 0 വാൾട്ടിന്റെ ബൾബ് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അതിന് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഫംഗസ് അടിക്കും, ഉറപ്പാണ്. വെച്ചിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഭയങ്കര പണിയാണ്. ഇപ്പോൾ ഫംഗസ് ഓൾറെഡി ഒരു ലെൻസിൽ വന്നു കേട്ടോ. അപ്പൊ മഴയിൽ ഇതേ അപ്പൊ തന്നെ പോയി റെഡി ആയിട്ട് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഡിജി ക്യാബിൻ. ഇത് ഓൾറെഡി നമ്മൾ പൊട്ടിച്ച് നോക്കി കേട്ടോ. അവിടെ വെച്ച് ഓണാക്കിയൊക്കെ നോക്കിയതാണ് ഓൾറെഡി. നമ്മളിത് എടുത്തത് സിയോണിൽ നിന്നാണ്. ഇപ്പൊ ആറ്റിങ്ങലിലും അവർ ചെറിയൊരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട് സിയോണിന്റെ. അപ്പൊ നമുക്ക് വല്ല സാധനങ്ങൾ വേണമെങ്കിൽ അവിടെ പറഞ്ഞു സിയോണി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എത്തും കേട്ടോ. ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. നമ്മൾ ക്യാമറയൊക്കെ അവിടെ നിന്നാണ് എടുത്തത് കേട്ടോ. ആദ്യം കൊല്ലത്താണ് പോയി എടുത്തത്. ഇപ്പൊ അവർ ആറ്റിങ്ങൽ അതിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം സിയോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങലിൽ ഒരു ദിവസം 2 ദിവസം കൊടുത്ത് അവർ കൊണ്ട് തരുമോ. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിപ്പോ കോമ്പാക്ട് സൈസ് ആണ് കേട്ടോ. ഇതിന്റെ ഒന്നും വലിയ സൈസ് ഉണ്ട് നമുക്ക്. പക്ഷേ ഇപ്പൊ 2 ബോഡി ഒരു 4-5 ലെൻസും ഒക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു കോമ്പാക്ട് സൈസിനുള്ളത് മതി കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയുടെ കൺട്രോൾ അതിന്റെ ഇതൊക്കെ അറിയാൻ പറ്റും. അതിന്റെ അളവൊക്കെ ഇവിടെ കാണിക്കും, ഇവിടെ അറിയാൻ പറ്റും. 2 തട്ടായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇതിനകത്ത് ഇത് നമുക്ക് ഊരി വെക്കാൻ പറ്റണേ. അതായത് നമുക്ക് നമ്മുടെ ലെൻസൊക്കെ ഇപ്പോൾ വലിയതാണെങ്കിൽ നമുക്ക് കുറച്ച് ഈ തട്ടിനെ ഇങ്ങനെ ജസ്റ്റ് ഊരി എടുത്തിട്ട് ഇവിടെ ഇതിനത് ഊരി ഇങ്ങനെ എടുക്കാൻ പറ്റും. ഊരി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര ഹൈറ്റിൽ വേണോ ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. അത് നമ്മുടെ ലെൻസും ബോഡി ഏതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. എന്നിട്ട് തിരിച്ച് ഈ ഡ്രോയിങ് കയറ്റി വെക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നുണ്ട്. നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനായിട്ടുള്ള അഡാപ്റ്റർ. ഇതാണ് അഡാപ്റ്റർ. നമ്മൾ നോർമലി വരുന്ന കണക്ക് തന്നെ നമ്മളെ ഈ ലാപ്ടോപ്പിലൊക്കെ കണ്ടില്ല, അത് കണക്കത്തെ യൂഷ്വലി വരുന്ന അഡാപ്റ്റർ തന്നെയാണ്. അതിൻ്റെ പുറകിലാണ് അത് വരുന്നത്. കാണിച്ചത് ഇവിടെ ആയിട്ടാണ് അതിൻ്റെ അഡാപ്റ്ററിൻ്റെ പോർട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു ചാവിയും വരുന്നുണ്ട്. 2 ചാവി ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട്. ഇതിൻ്റെ കൺട്രോളറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഇതിൽ ഡീറ്റെയിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് നമുക്ക് ക്യാമറ, ലെൻസും അങ്ങനെയുള്ള നമുക്ക് ഫംഗസും ഈ ഇതൊക്കെ പിടിക്കാൻ ഇതുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും. ഇതിപ്പോ 2 ബോഡി നമ്മളെ ഓൾറെഡി ഇപ്പൊ 2-3 ബോഡി ഉണ്ട്. പിന്നെ ഒരു 4-5 ലെൻസോളം കാണും. അപ്പൊ അതെല്ലാം ഇതിനകത്ത് സെറ്റാണ്. അതിനാണ് ഈ ഒരു കോമ്പാക്ട് സൈസ് തന്നെ വാങ്ങിച്ചത്. ഇതിന്റെ ആവശ്യമുള്ളൂ. ഒരുപാട് ബോഡി ഇതൊക്കെ വരുന്നെങ്കിൽ ഇതിനേക്കാൾ സൈസ് കൂടിയതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ ബാക്കി ഇനി ഭാവിയിൽ അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞാൻ അതിന്റെ അപ്ഡേഷനൊക്കെ തരാം. ഇതിന്റെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ കോൺടാക്ട് നമ്പറും എല്ലാം കൊല്ലത്ത് നിന്നാണെങ്കിലും ആറ്റിങ്ങിൽ നിന്നാണെങ്കിലും കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ക്യാമറാസ് ആയാലും ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും പിന്നെ ലെൻസ് ആയാലും ലൈറ്റ് ആയാലും അങ്ങനെ ആ ഒരു ഇലക്ട്രോണിക് ഐറ്റംസും എല്ലാം ഇങ്ങനത്തെ ഡിജി ക്യാബിൻ അങ്ങനെയുള്ള എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.